ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു 1000 റുപ്പി ഇൻട്രാഡേ ലൈവ് ട്രേഡ് ക്യാപിറ്റൽ കൊണ്ടുള്ള ഇൻട്രാഡേ ലൈവ് ട്രേഡിംഗ് ചലഞ്ചിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന 1000 റുപ്പി ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡ് എടുത്ത് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റാണോ ലോസാണോ വരുന്നതെന്ന് നോക്കാനും ട്രേഡിങ്ങിൻ്റെ ആ ഒരു ബേസിക്സ് പഠിക്കാനും വേണ്ടിയിട്ടുള്ള രീതിക്കാണ്. ആദ്യമേ തന്നെ കൂടുതൽ ലാഭമല്ല ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട്രേഡിംഗ് എങ്ങനെയാണ് നമുക്ക് ക്യാപിറ്റൽ ഗ്രോ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ആ ക്യാപിറ്റൽ ലോസ് വരുമെന്നറിയാൻ വേണ്ടി ചെറിയൊരു ക്യാപിറ്റലിൽ നമുക്ക് ലോസ് ആയാലും കുഴപ്പമില്ലാത്തൊരു ക്യാപിറ്റൽ നമ്മൾ ട്രേഡിംഗ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് IFCI എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതെന്തുകൊണ്ട് എടുത്തു, ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അതെടുത്തതിൻ്റെ ഇത് ചാർട്ടിലേക്ക് നോക്കിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് എൻ്റെ അനാലിസിസ് പ്രകാരം ഇതിപ്പോൾ 3 മിനിറ്റിൻ്റെ ഇതിൽ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഇന്നത്തെ മാർക്കറ്റ്. അപ്പോൾ 3 മിനിറ്റ് ചാർട്ടാണ് ഇപ്പോൾ ഉള്ളത്. 1 ഡേ ചാർട്ടിൽ അത് ഒരു ബെയറിഷ് ക്യാൻഡിൽ, അതായത് ഒരു ബെയറിഷ് ക്യാൻഡിലാണ് 1 ഡേ ചാർട്ടിൽ അത് കാണിച്ചിരിക്കുന്നത്. ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോർമേഷനാണ്. അപ്പോൾ ഇന്ന് അതിനെ കണ്ടിന്യൂ ചെയ്ത് സെല്ലിങ് വരുമെന്നുള്ള ഒരു അനാലിസിസിലാണ് ട്രേഡ് ഇന്ന് ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 1 ഡേ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഒരു ബെയറിഷ് റിജക്ഷൻ ക്യാൻഡിൽ ടോപ്പിൽ ഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു റാലി കഴിഞ്ഞ് മുകളിലൊരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് ഒരു ഇൻസൈഡ് ക്യാൻഡിൽ പോലെയുള്ള ഒരു ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത്. അധികമായിട്ട് വലിയ സെല്ലിങ് അടിയിലേക്ക് വന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ഹൈ, അതായത് യെസ്റ്റർഡേസ് ക്യാൻഡിലിൻ്റെ, ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ലോ ഒരു സപ്പോർട്ടായിട്ടും അതിൻ്റെ ടോപ്പ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 3 മിനിറ്റ് ക്യാൻഡിലിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതിൻ്റെ ടോപ്പാണ് നമ്മൾ ഇന്നത്തെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ വയ്ക്കുന്നത്. അതൊരു 25.26 ആണ് നമുക്ക് ഇന്നത്തെ ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ്. അതുപോലെ തന്നെ ഈ 24 എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ താഴേക്ക് നല്ല മൊമെൻറ്റത്തോടു കൂടി വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആദ്യമേ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ 24.4ൽ നമ്മളൊരു 1000 ക്വാണ്ടിറ്റി ഇന്ന് എടുക്കുന്നില്ല. നമ്മൾ ആദ്യമേ ഒരു ഹാഫ് ക്വാണ്ടിറ്റി മാത്രം ഷോർട്ട് സെല്ല് ചെയ്തിട്ട് നമ്മുടെ ഒരു ലെവലിലേക്ക് എത്തുവാണെങ്കിൽ, അതായത് 24ൻ്റെ താഴെ, യെസ്റ്റർഡേസ് ലോയുടെ താഴെ വരികയാണെങ്കിൽ മാത്രം നമ്മൾ ഫുൾ ക്വാണ്ടിറ്റി എടുക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഈ 3 മിനിറ്റ് ചാർട്ടിൻ്റെ കൺസോൾട്ടേഷൻ്റെ മേളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. അതായത് ഒരു 25.26 വരുന്ന പോലെ സ്റ്റോപ്പ് ലോസ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ട്രേഡ് എടുത്ത് കഴിയുമ്പോഴും നമുക്ക് കാണാം, ഇപ്പം നമുക്ക് ആവറേജ് 24.4 റുപ്പിയിലാണ് നമ്മളിത് സെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി കാണുമ്പോൾ നമുക്കറിയാം -25 എന്ന് പറയുന്ന ഇത് കാണുമ്പോൾ നമ്മൾ ആദ്യമേ സെല്ല് ചെയ്തിരിക്കുകയാണ്. ഇൻട്രാഡേ ഷോർട്ട് സെല്ലാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് ക്വാണ്ടിറ്റിയുടെ അവിടെ. അതായത് മാർക്കറ്റ് പൊസിഷൻസിൽ നമുക്ക് കാണാം MIS എന്നുള്ളതാണ് ഇൻട്രാഡേ. സിറോദ ബ്രോക്കറാണ് ഉപയോഗിക്കുന്നത്. MIS എന്നുള്ളത് ഇൻട്രാഡേ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആവറേജ് 24.4 റുപ്പിയിൽ നമ്മളൊരു 25 ക്വാണ്ടിറ്റിയാണ് ഷോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൈസ് താഴേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഇത് ഷോർട്ട് ചെയ്തത്. അപ്പോൾ അത് വരുമോ എന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് 24ൻ്റെ താഴെ, യെസ്റ്റർഡേസ് ലോ ഒരു 23.8 ആ ഒരു റേഞ്ചിൽ നമ്മളൊരു 15 ക്വാണ്ടിറ്റി ഇതാക്കിയിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് നമ്മൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് 15 ക്വാണ്ടിറ്റി. അത് ഈ ലെവലിലേക്ക് വന്നാൽ മാത്രമേ എടുക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ ഹാഫ് ക്വാണ്ടിറ്റി വെച്ച് തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 25.26 ആണ് അപ്പ് സൈഡ് പോയാൽ. അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ യൂസ്ഡ് മാർജിൻ 967 കാണിക്കുന്നത് നമ്മുടെ ആ സെക്കൻഡ് 24.85ൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഈ 15 ക്വാണ്ടിറ്റിയുടെ പൈസയും കൂടെ കൂട്ടിയിട്ടാണ്. നമ്മൾ ശരിക്കും ഒരു 600 റുപ്പിയുടെ ഇതേ എടുത്തിട്ടുള്ളൂ ഇന്ന്. നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്റ്റോക്ക് താഴേക്ക് വന്നില്ല. നമ്മൾ വരച്ചിരുന്ന ആ ഒരു ലെവലിൻ്റെ താഴേക്ക്
ഏകദേശം 3 മണിയോട് അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ നമ്മൾ ഒരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ വെച്ചിരുന്ന ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണ്, അതായത് ക്യാൻസൽ ചെയ്യുവാണ്. കാരണം നമ്മൾ ഒരു 3 മണി ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് ആ ഒരു റേഞ്ചിലേക്ക് എത്തിയത്. അപ്പോൾ അത് കാരണം തന്നെ ഇന്ന് ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ എടുത്ത ആ ഒരു ഹാഫ് ക്വാണ്ടിറ്റി തന്നെയാണ് ഇന്നത്തെ ഫുൾ ട്രേഡും നടത്തുന്നത്. അപ്പോൾ ഞാൻ ആ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിരുന്നത് ക്യാൻസൽ ചെയ്തു. നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 15 ക്വാണ്ടിറ്റി ഉള്ളത് ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ നമുക്കൊരു 11 റുപ്പിയുടെ ഇതേ ഉള്ളൂ, അതായത് ഏകദേശം ഒരു 600 റുപ്പിയുടെ സ്റ്റോക്ക് എടുത്തിട്ട് നമുക്കൊരു 11 റുപ്പി പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റോക്ക് താഴേക്ക് ആണ് മൂവ് ചെയ്തത്, പക്ഷേ വലിയ മൊമെൻറ്റത്തോടു കൂടി മൂവ് ചെയ്തില്ല. 11 താഴെ വന്നെങ്കിലും ഒരു 3 o'clock കഴിഞ്ഞ് ഉള്ളൊരു സമയമായതുകൊണ്ട് നമ്മളതിനെ കൂടുതൽ പ്രൊസീഡ് ചെയ്തില്ല അതിനകത്ത്. അപ്പോൾ നമ്മൾ ആ ലിമിറ്റ് ഓർഡർ വെച്ച് വരുന്നതെങ്കിലും ക്യാൻസൽ ചെയ്തിട്ട് നമ്മളിപ്പം ഇതിൻ്റെ എങ്ങനെയാകും എന്ന് നോക്കാൻ വെയിറ്റ് ചെയ്യുവാണ്. പ്രൈസ് 3 മണി കഴിഞ്ഞ് വീണ്ടും ആ ഒരു സപ്പോർട്ട് സോണിൽ തന്നെ ഇങ്ങനെ മൂവ് ചെയ്യാതെ ഇങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എക്സിറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ മൂവ്മെൻറ്റ് അധികം ഇന്ന് നടന്നില്ല, അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രോഫിറ്റിൽ തന്നെ ഇന്ന് എക്സിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളത് ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്തു. നമുക്ക് ഇന്ന് 7.5 റുപ്പിയുടെ പ്രോഫിറ്റേ ഉള്ളൂ. അപ്പോൾ ബ്രോക്കറേജും അപ്പോൾ നമ്മൾ ചെറിയ ഒരു ഇതായത് കാരണം, അതായത് നമ്മൾ ഒരു 63 പൈസയുടെ 1 രൂപ താഴെയുള്ള ബ്രോക്കറേജും ടാക്സ് നമുക്ക് വന്നിട്ടുള്ളൂ. 7 രൂപ പ്രോഫിറ്റിൽ നമുക്കൊരു 5 രൂപ കിട്ടുന്ന പോലെ ഉള്ള ഇത്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ കാണാം, ഏകദേശം 24.4 നമ്മൾ സെല്ല് ചെയ്തിട്ട് 24.1 ബൈ ചെയ്ത പോലെയാണ്. 63 പൈസയാണ് ഇന്ന് നമുക്ക് ബ്രോക്കറേജ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള വലിയ മൂവ്മെൻറ്റ് നടന്നില്ല, തിരിച്ചത് സ്റ്റോക്ക് കുറച്ച് നെഗറ്റീവിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ഇന്നത്തെ ട്രേഡ് പ്രോഫിറ്റാണ്. ചെറിയ പെർസെൻറ്റേജ് നോക്കിയാൽ ചെറിയ 1% അടുത്തുള്ളൊരു ഇത് വന്നിട്ടുള്ളൂ, ലാഭം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് പ്രോഫിറ്റാണ് ഉണ്ടായിരിക്കുന്നത്, ചെറിയൊരു പെർസെൻറ്റേജ് ഉള്ളെങ്കിലും. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു സെഷനിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ചാനലിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓരോ ദിവസവും എൻ്റേതായ അനാലിസിസ് കൊണ്ടുള്ള ഇതൊരു ട്രേഡിംഗ് ജേണലായിട്ട് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.